നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി ഉണ്ട്. മോണിറ്ററി പോളിസി വളരെ ചുരുക്കത്തിൽ പെട്ടെന്ന് പറയാം. RBI അവരുടെ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുന്ന ഒരു ദിവസമാണ്. RBI നമ്മുടെ രാജ്യത്തിലെ സെൻട്രൽ ബാങ്കാണ്. പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അധികമായിട്ട് ഒരു ഭാരമാകും. അപ്പോൾ ബിസിനസ് സ്ഥാപനങ്ങൾ പുതിയ എക്സ്പാൻഷൻ പരിപാടികളെല്ലാം തന്നെ പോസ് ചെയ്യും. അപ്പോൾ അത് മാർക്കറ്റിന് അത് ദോഷകരമാകും. ഇതാണ് മോണിറ്ററി പോളിസിയും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലുള്ള ബന്ധം. പലിശ നിരക്ക് കുറയ്ക്കുകയാണെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഹോം ലോൺ എല്ലാം തന്നെ പലിശ നിരക്ക് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, ആളുകൾ കൂടുതൽ ബൈ ചെയ്യാനായിട്ട് തുടങ്ങും. അത് ട്രാൻസ്പോർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ മേഖലകൾക്കും അത് ഗുണകരമാകും. പക്ഷേ ഈ രീതിയിൽ പലിശ നിരക്ക് കുറച്ചാലോ അത് വലിയ തോതിൽ പണമൊഴുക്ക് വിപണിയിലേക്ക് വരും. അപ്പോൾ അത് വിലക്കയറ്റം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. രണ്ട് തരം ഇൻഫ്ലേഷൻ ഉണ്ട്, CPI ഇൻഫ്ലേഷനും ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും. അപ്പോൾ RBI ഈ ഒരു ഇൻഫ്ലേഷനും അനുസരിച്ച് ആണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത്. സ്റ്റിൽ നമ്മളുടെ ഇന്ത്യയിലുണ്ടാകുന്ന RBI മോണിറ്ററി പോളിസി പല സമയങ്ങളിലും അതൊരു നോൺ ഈവൻ്റായി മാറാണ് ചെയ്യാറ്. പക്ഷേ US മാർക്കറ്റ് മദർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് തീരുമാനങ്ങളെല്ലാം തന്നെയാണ് ഏറ്റവും വലിയ തോതിൽ ഈവൻ ഇന്ത്യൻ മാർക്കറ്റിനെയും അത് അഫക്റ്റ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മുടെ മാർക്കറ്റിലെ ഈ ഒരു മോണിറ്ററി പോളിസിക്ക് ഇന്ന് പ്രസക്തിയുണ്ട്. കാരണം കഴിഞ്ഞ 2 തവണയായിട്ട് US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പോസ് ചെയ്തിരുന്നു. അപ്പം നമ്മളുടെ 10 മണിക്ക് ശേഷം വരുന്ന ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം, അതിനുശേഷം RBI ഗവർണറുടെ സ്പീച്ച്, അതാണ് അതിനും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. രാജ്യത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചുള്ള ഒരു വിവരണം അദ്ദേഹം തരും. അപ്പോൾ അതും മാർക്കറ്റിനെ ബാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് സ്ലൈറ്റ്ലി വോളറ്റൈൽ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 10 മണിക്ക് ശേഷം ഒരു ക്ലാരിറ്റി വരും. മാർക്കറ്റ് ന്യൂസിലേക്ക് വരാണെങ്കിൽ ഇന്നലെ നമ്മൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് US മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. എന്നാൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് വളരെയധികം മാന്യനായി ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവിടെയും നമ്മളുടെ ഇവിടെ മിഡ് ക്യാപ്പ് കമ്പനികളുടെ റിസൾട്ട് പോലെ തന്നെ അവിടെയും കമ്പനികളുടെ പേപ്പാൽ പോലെയുള്ള കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് കാലഘട്ടമാണ്. മികച്ച റിസൾട്ട് കാരണം US മാർക്കറ്റ് രണ്ടും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് ഗ്രീനിൽ ക്ലോസ് ചെയ്തു, ഡോ ജോൺസ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഉള്ള യൂറോപ്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ നെഗറ്റീവായിരുന്നു. സ്റ്റിൽ ക്ലോസ് ചെയ്തത് നെഗറ്റീവാണ്. DAX, CSE 40, FTSE തുടങ്ങിയ മാർക്കറ്റുകളെല്ലാം തന്നെ റെഡിൽ അവസാനിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ്, നിക്കി, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2037 പെർ ഔൺസ് എന്ന നിലയിലാണ്. ഗ്ലോബൽ ഈവൻറ്റ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ കാണാം. 6 മണിക്ക് US നിന്ന് വരും. ഇന്ത്യയുടെ 10 മണിക്ക് 10 AM നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. CPI ഇൻഫ്ലേഷൻ, ഇതാണ് ഇൻഫ്ലേഷൻ ഡേറ്റ. എവിടെ നിന്നാണ് വരുന്നത്? ജർമ്മനിയിൽ നിന്ന്. നാളെ 12:30 PM. അപ്പോൾ ഇതാണ് ഇൻഫ്ലേഷൻ ഡേറ്റ, ഇതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക്. ഇനി ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ 66% ഷോർട്ട് പൊസിഷൻ, 34% ലോങ് പൊസിഷൻ. അപ്പോൾ ഷോർട്ട് പൊസിഷൻ ചെറുതായിട്ടൊന്ന് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ ഇൻഫോസിസ്, വിപ്രോ, ICC, HDFC എല്ലാം തന്നെ സ്ലൈറ്റ്ലി റെഡിലാണ്. വലിയ ഒരു ഇടിവൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഈ ADR സ്റ്റോക്കുകൾ വലിയ ഇമ്പാക്റ്റ് വരുമ്പോഴാണ് ഇതേ സ്റ്റോക്കുകൾ ഇന്ത്യൻ മാർക്കറ്റിലും വലിയ തോതിൽ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണുകളെല്ലാം തന്നെ ആവുന്നത്. അപ്പോൾ ADRൽ ഒരു എബോവ് 2% ഫോളോ റൈസോ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. US മാർക്കറ്റ് ഗ്രീനിൽ അടച്ചു, യൂറോപ്യൻ മാർക്കറ്റ് റെഡിൽ അടിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ റിസൾട്ട് വരുന്ന കമ്പനീസ് നോക്കാം. ഗ്രാസിം, LIC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, സൊമാറ്റോ, ബയോകോൺ, ആരതി ഇൻഡസ്ട്രീസ്, അപ്പോളോ ഹോസ്പിറ്റൽ, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ആസ്ട്രസെൻസിക്ക ഫാർമ, ബൽറാമുൻ ചിനി, BML, എസ്കോട്ട്, പതഞ്ജലി ഫുഡ്, RVNL, തെർമാക്സ്, ടോറൻറ്റ് പവർ, സൈഡസ് വെൽ സയൻസ് കമ്പനീസിൻ്റെകളെല്ലാം തന്നെ റിസൾട്ടുകളുണ്ട്. മറ്റുള്ള റിസൾട്ടുകളും കൂടാതെ തന്നെ IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ഇതെല്ലാം നമ്മുടെ ട്രേഡ് ബഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. FISൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടു. 67% ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ക്യാഷ് മാർക്കറ്റിലും അവർ ഇന്നലെ സെല്ലിംഗ് മോഡിലാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 1691 കോടി രൂപക്ക് അവർ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് ചെയ്തിട്ടുണ്ട്.
DIS ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 327 കോടി രൂപയ്ക്ക് അവർ ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FIs ക്യാഷ് മാർക്കറ്റിലും അവർ സെല്ല് ചെയ്തു. ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവരുടെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ന്യൂസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ടാറ്റ കൺസ്യൂമറെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇന്ത്യയിൽ സ്റ്റാർബക്സ് ജോയിൻറ്റ് വെഞ്ചർ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റ കൺസ്യൂമർ. മറ്റുള്ള FMCG ലീഡിംഗ് കമ്പനി തന്നെയാണ്. നെറ്റ് പ്രോഫിറ്റ് 17% ഇടിവ് രേഖപ്പെടുത്തി 301 കോടി രൂപ അവർ പ്രോഫിറ്റിൽ കുറവ് വന്നിട്ടുണ്ട്. ലുപ്പിൻ ഫാർമ കമ്പനി ആണ് ലുപ്പിൻ. നെറ്റ് പ്രോഫിറ്റ് 4 മടങ്ങ് ഉയർന്ന് 613 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂവും 20% ഉയർന്നിട്ടുണ്ട്. കോവിഡിന് ശേഷം ഈ കോവിഡാനന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫാർമ കമ്പനീസ് എല്ലാം തന്നെ നല്ല പ്രോഫിറ്റാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്ലഡൊക്കെ ചെക്ക് ചെയ്യുന്ന മെട്രോപോളിസും അങ്ങനെ ഡോക്ടർ ലളിത് ലാബും അവരെല്ലാം തന്നെ അവരുടെ ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കാരണം കോവിഡിന് ശേഷം ആളുകളുടെ പ്രതിരോധ ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അപ്പോളോ ടയേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 78% ഉയർന്ന് 497 കോടി രൂപ കരസ്ഥമാക്കി. JK പേപ്പർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 29% ഇടിഞ്ഞ് 236 കോടി രൂപ ഇവർക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 333 കോടി രൂപ ഉണ്ടായിരുന്നു. കൽപ്പാട്ടു പ്രൊജക്റ്റ് കമ്പനി റവന്യൂ 22% ഉയർന്ന് 4896 കോടി രൂപ. നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 141 കോടി രൂപ. SCVN കമ്പനി ഗുജറാത്ത് ഊർജ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് 200 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പുതിയ സോളാർ പവർ പ്രൊജക്റ്റ് അവർക്ക് കിട്ടി. KEC ഇൻ്റർനാഷണൽ 1175 കോടി രൂപ വർത്ത് വരുന്ന ഒരു പുതിയ പ്രൊജക്റ്റ് കിട്ടി. PSP പ്രൊജക്റ്റ് 935 കോടി രൂപ വർത്ത് വരുന്ന പുതിയ പ്രൊജക്റ്റ് കിട്ടി. സുപ്രിയ ലൈഫ് സയൻസ് കമ്പനി ഇവരുടെ പ്ലാന്റ് ഇവർ എക്സ്പാൻഡ് ചെയ്യുകയാണ് എന്നുള്ള തീരുമാനം കമ്പനി എടുത്തിട്ടുണ്ട്. IRB ഇൻഫ്ര കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ട്രാൻസ്പോർട്ട് സ്ട്രൈക്ക് ആയിരുന്നെങ്കിൽ കൂടിയും ഇവരുടെ ടോൾ കളക്ഷൻ എല്ലാം തന്നെ 25% വർദ്ധിച്ച് 466 കോടി രൂപ കരസ്ഥമാക്കി. ഇൻഫോ എഡ്ജ് കമ്പനി ജീവൻ ശാന്തി എന്ന് പറയുന്ന ഒരു മാട്രിമോണി കമ്പനിയാണ്. അതുപോലെ തന്നെ Naukri.com അങ്ങനെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് ഇൻഫോ എഡ്ജ്. അപ്പോൾ 25 കോടി രൂപ ജീവൻ ശാന്തിയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കമ്പനി മുടക്കുന്നു. പവർ ഗ്രിഡ് നെറ്റ് പ്രോഫിറ്റ് ഇവർ 10% ഇയർ ഓൺ ഇയർ ഉയർന്ന് 4028 കോടി രൂപ കരസ്ഥമാക്കി. അദാനി പോർട്ട് ടാൻസാനിയ കണ്ടെയ്നർ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ടാൻസാനിയയിലുള്ള ഈ ഒരു കണ്ടെയ്നേഴ്സ് ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ള അവകാശം അദാനി പോർട്ടിന് ലഭിച്ചു. AGS ട്രാൻസാറ്റ് കമ്പനി 12 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന കമ്പനി ഈ തവണ 15 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ പെർസിസ്റ്റേഡ് കമ്പനി 35 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറുതായിട്ട് കുറഞ്ഞു. ഇനോക്സ് ഇന്ത്യ IUAC ആയിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. NTPC ONGC ആയിട്ട് പുതിയ എണ്ണ പര്യവേഷണം നടത്താനായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ ന്യൂസ്. മറ്റുള്ള ന്യൂസുകൾ ടെലിഗ്രാമിലുണ്ടാവും. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ബൈ ഓൾ.